അൻവറിനെ ഒപ്പം നിർത്താൻ അർദ്ധരാത്രിയിൽ കോൺഗ്രസിന്റെ അനുനയ നീക്കം. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും എംഎൽഎയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ രാത്രി അൻവറിന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി. അമൽ തനമ്പറമ്പിൽ ചേർന്നുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. അമൽ, UDF-ലേക്ക് താൻ ഇനി ഇല്ല, ഒപ്പം VD സതീശനെ കണക്കിന് കയ്യഴിഞ്ഞ് വിമർശിക്കുക കൂടി ചെയ്തിരുന്നു അൻവർ. പിന്നീട് നിലപാട് മാറ്റുന്നു, താൻ മത്സരിച്ചേക്കും എന്നുള്ള നിലയിലേക്ക് ചില അഭിപ്രായങ്ങൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ നിലമ്പൂരിൽ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാകും എന്നുള്ളൊരു ആശങ്കയ്ക്കിടയിലാണോ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ അനുനയ നീക്ക ദൗത്യ ജോലി കോൺഗ്രസ് ഏൽപ്പിച്ചിരിക്കുന്നത്? അമൽ, അൻവറിനെ അവഗണിക്കാൻ തീരുമാനം ഉണ്ടായതിനു ശേഷവും കോൺഗ്രസ് നേതാക്കൾ അൻവറുമായി സംസാരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അൻവറിനെ വീട്ടിലെത്തി രാഹുൽ മാങ്കൂട്ടം കണ്ടു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ അൻവറിനൊപ്പമുള്ള ആളുകൾ തന്നെയാണ് പകർത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളോട് ഇനി അൻവറുമായി ചർച്ച വേണ്ട എന്നുള്ളതായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. അൻവർ വഴങ്ങുകയാണെങ്കിൽ, UDF സ്ഥാനാർത്ഥിയെ പരസ്യമായി പിന്തുണച്ച് രംഗത്തെത്തുകയാണെങ്കിൽ മാത്രം ചർച്ച എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ M സ്വരാജ് സ്ഥാനാർത്ഥിയായി കൂടി എത്തിയതോടെ കടുത്ത രാഷ്ട്രീയ മത്സരം മണ്ഡലത്തിലുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ അൻവറിന്റെ ഒരു സ്ഥാനാർത്ഥി കൂടി ഉണ്ടായാൽ അത് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കരുത് എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ അവിടെ എത്തി കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ളതാണ് അൻവറിന്റെ ഒപ്പമുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും രാഹുലിന്റെ കൂടിക്കാഴ്ചയുടെ വിഷ്വൽ കൂടി പുറത്തു വന്നുകൂടി രാഹുൽ തന്നെ ഈ വിഷയത്തിൽ വിശദീകരണം നൽകണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉള്ള നേതാക്കൾ പറയുന്നത്. രാഹുലിനെ നിലവിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. രാഹുലിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് അൻവറിന് സംസ്ഥാന നേതൃത്വം പൂർണ്ണമായും ഒഴിവാക്കിയ അൻവറിനെ എന്തുകൊണ്ട് വീട്ടിലെത്തി കണ്ടു എന്ന കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടത്. അൻവറും ഈ കാര്യത്തിൽ പറയുന്നത് തനിക്ക് തന്റെ നിലപാടിൽ മാറ്റമില്ല, നിലവിൽ എന്തായാലും മത്സരിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് അൻവർ പറയുന്നു. ആ ഒരു തീരുമാനത്തിന് രാഹുലിന്റെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ എന്തായാലും അൻവർ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറല്ല. കോൺഗ്രസ് നേതാക്കളും ഈ വിഷയം അറിഞ്ഞിട്ടില്ല എന്നുള്ള മട്ടിലാണ് പ്രതികരിക്കുന്നത്. അമൽ, കോൺഗ്രസ് ഇപ്പോഴും രണ്ട് തട്ടിൽ നിൽക്കുകയാണോ ഈ അൻവറിന്റെ കാര്യത്തിൽ? കാരണം ഇന്നലെ നിലപാട് വ്യക്തമാക്കിയ ശേഷം, അതായത് UDF-ലേക്ക് ഇനി ഇല്ല എന്ന് തീർത്ത് പറഞ്ഞ ശേഷം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞൊരു കാര്യമുണ്ട്, രാഷ്ട്രീയമാണ്, സഹകരിക്കണമെങ്കിൽ സഹകരിക്കാം, മാറി നിൽക്കണമെങ്കിൽ മാറി നിൽക്കാം. പക്ഷേ മുൻ KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞത് അങ്ങനെയല്ല, അൻവറിനെ കൂടെ നിർത്തേണ്ടത് അനിവാര്യമാണ്, ഇനിയും തുടർ ചർച്ചകൾ നടന്നേക്കും എന്നുള്ളൊരു നിലപാടിലായിരുന്നു. ഇപ്പോൾ നടക്കുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് കണ്ടുള്ള ഈ കൂടിക്കാഴ്ച കൂടി വായിക്കുമ്പോൾ കോൺഗ്രസ് ഇപ്പോഴും അൻവറിനെ ചൊല്ലിയുള്ള ആശയക്കുഴപ്പമുണ്ട് എന്നുള്ളൊരു സൂചനയല്ലേ നൽകുന്നത്? അമൽ, അൻവറിനെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പമുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം അൻവറിനെ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ പോലും 2014 5000-ഓളം വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞ സ്ഥാനാർത്ഥിയാണ്. ആ ഒരു നിലയ്ക്ക് അൻവറിനെ പൂർണ്ണമായി ഒഴിവാക്കിയാൽ ഉണ്ടാകുന്ന തിരിച്ചടിയുടെ ആഘാതം എന്തെന്ന് നല്ല ബോധ്യമുണ്ട്. മാത്രമല്ല, ഏതെങ്കിലും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു ഇടതുപക്ഷത്ത് എങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന ബോധ്യം UDF-നുണ്ട്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. M സ്വരാജ് ആണ് വന്നിറങ്ങിയിരിക്കുന്നത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്നത് മാത്രമല്ല, നിലമ്പൂരുകാരനാണ്, മണ്ഡലത്തിൽ പരിചയമുള്ള ആളാണ്. ആ ഒരു ബന്ധത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ കൃത്യമായി തന്നെ വോട്ടുകൾ സമാഹരിക്കേണ്ടതുണ്ട്. അപ്പൊ ആ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ അൻവറിന്റെ പിന്തുണ കൂടി ഇല്ല എങ്കിൽ, വളരെ കുറച്ച് വോട്ടുകൾ മാത്രമാണ് അൻവറിന്റെ കൈവശമുള്ളതെങ്കിൽ കൂടി അതുകൂടി ഒപ്പം കൂട്ടി പോയില്ല എങ്കിൽ ഒരുപക്ഷെ പരാജയമുണ്ടായേക്കാം എന്നൊരു പ്രശ്നം കൂടി മുന്നിൽ നിൽക്കുന്നുണ്ട്. UDF ക്യാമ്പ് ഇപ്പോഴും വിശ്വസിക്കുന്നത് അൻവർ പിടിക്കാൻ പറ്റുന്നതിന്റെ പരമാവധി വോട്ട് പിടിച്ചാലും ഒരു 2500-3000 വോട്ടിനപ്പുറം പോകില്ല എന്നൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും ആ വോട്ട് കൂടെ കൂട്ടിയാൽ അത് ഒരുപക്ഷെ ആര്യാടൻ സൗഖ്യത്തിന് ഗുണകരമാകുമെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ കോൺഗ്രസിലുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അൻവറുമായുള്ള അനുനയ നീക്കം നടത്തുന്ന കുറച്ച് നേതാക്കൾ ഇപ്പോഴും ഉണ്ട്. എന്തായാലും ഈ അൻവറുമായുള്ള ചർച്ച അവസാനിപ്പിച്ചു എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ. അൻവർ ഒരു ഘടകമേ അല്ല എന്ന് ഇടയ്ക്കിടെ പറയുന്നുണ്ടെങ്കിലും UDF-ൽ കാര്യങ്ങൾ അത്ര ശരിയല്ല, ആ രീതിയിലല്ല പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം UDF-ലേക്ക് ഇല്ല എന്നുള്ളത് മാത്രമല്ല, VD സതീശനെ കണക്കിന് വിമർശിച്ചുകൊണ്ട് അൻവർ ഇന്നലെ ഒരു നിലപാട് സ്വീകരിച്ചിട്ട് പോലും
ദാ ഇപ്പോൾ അൻവർ മത്സരരംഗത്തേക്ക് ഇറങ്ങുമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നതിനിടെ UDF-ന്റെ പ്രതിനിധികൾ തന്നെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ എത്തി നേരിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. അനുനയിപ്പിച്ച് കൂടെ നിർത്താനുള്ള ശ്രമം ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അമൽ തേനമർമിലാണ് വിശദാംശങ്ങൾ നൽകിയത്.